ഉമ്മൻചാണ്ടിക്ക് കല്ലെറിഞ്ഞ് ഉമ്മൻചാണ്ടി പരിക്കേൽപ്പിച്ചത്. അപ്പോൾ ഉമ്മൻചാണ്ടി ആദ്യത്തെ ഫോട്ടോ വിളിക്കുന്നത് KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയോടാണ്. ഒരു വിധത്തിലുള്ള പ്രതിഷേധവും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് ഒരു മനസ്സുകൂടി. CPM സംബന്ധിച്ചിടത്തോളം എന്താണ്, CPM ആണ്, പാർട്ടിയാണ് അവർക്ക് പ്രധാനം. പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഉപകരണമാണ് മുഖ്യമന്ത്രി. തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞാൽ ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കെന്നുള്ളതാണ്. ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് ഇന്നത്തെ കോൺഗ്രസിൽ ഏറ്റവും വലിയൊരു ആസ്തിയാണ്, ഒരു ക്രൈസിസ് മാനേജറാണ്. പിന്നെ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുക. അയാളുടെ വായിൽ നിന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ? നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ കൽപ്പകവാടി റെസ്റ്റോറൻറ്റിലാണ്. ഹരിപ്പാട് മണ്ഡലത്തിലെ തോട്ടപ്പള്ളി എന്ന സ്ഥലത്ത് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ ജനങ്ങളോടൊക്കെ ഒന്ന് സംവദിച്ചു. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് നല്ലത് ആളുകൾ പറയുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം ഉയരും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനുണ്ട്. ചെന്നിത്തല ഭാവി മുഖ്യമന്ത്രി തന്നെ എന്ന് ഉറപ്പിക്കുന്ന തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ചില ശബ്ദം. കെ സുധാകരൻ, PJ കുര്യൻ തുടങ്ങി നിരവധി ആളുകൾ, PJ ജോസഫും പറഞ്ഞു, PJ ജോസഫ് ഉൾപ്പെടെയുള്ളവരും ഒരു സമവായത്തിലേക്ക് നേതാക്കളെ, അണികളെയൊക്കെ എത്തിക്കാൻ പര്യാപ്തനായ ഒരു നേതാവ്, അതാണ് രമേശ് ചെന്നിത്തലയെക്കുറിച്ചുള്ള ഒരു വിശേഷണം. മറ്റ് ചിലരുമായി താരതമ്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മുഖഭാവമില്ല, മറ്റ് ചില അഴിമതി ആരോപണങ്ങളോ മറ്റ് ദുഷ്പേരുകളോ രമേശ് ചെന്നിത്തലയുടെ പേരിലില്ല. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര കണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിയും? അതിലുള്ള ഒരു മുഖ്യ സംശയം, സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാക്കന്മാരാണ് കേരളത്തിൽ തൊട്ടടുത്ത് ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയാവുക. അതിനേക്കാൾ പ്രതിപക്ഷ നേതാവിനേക്കാൾ കരുത്തനായി മറ്റൊരാൾ നിൽക്കുന്നു. അത് സാക്ഷാൽ KC വേണുഗോപാലാണ്, രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷിയെ സൂക്ഷിപ്പുകാരൻ. KCയുടെ മനസ്സിൽ മുഖ്യമന്ത്രി പദം മോഹമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്? അത് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിൽ കാലാകാലങ്ങളായുള്ള തമ്മിലടി, അതിനകത്തൊക്കെ ഇപ്പം വലിയ മാറ്റം ഉണ്ടാക്കണം. നമ്മൾ വേറെ വീഡിയോയിൽ ചർച്ച ചെയ്തു. ആ തമ്മിലടി അവസാനിച്ചു എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തമ്മിലടി ഉണ്ടാകും എന്നുള്ള ഒരു പൊതുബോധ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. പൊതുബോധവുമുണ്ട്. അതെ 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 ബോധവുമുണ്ട്. അത് ഇപ്പം പിന്നെ MLA-മാരുടെ കാര്യത്തിൽ പ്രശ്നങ്ങളെല്ലാം തീർത്തു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തർക്കം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അടുത്ത് ചില ചർച്ചകൾ ഉയർന്നു വന്നു. അതിലൊന്ന് K സുധാകരൻ എന്ന് പറഞ്ഞ തലമുതിർന്ന നേതാവ് ഇങ്ങനെ പറഞ്ഞു. PJ കുര്യൻ വളരെ ആകസ്മികമായിട്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്കും തോന്നുന്നത്. കരുതി കൂട്ടി പറഞ്ഞാണെന്ന് ഞാൻ കരുതില്ല, പക്ഷെ അയാളത് പറഞ്ഞു. അതിനിടയിൽ രമേശ് ചെന്നിത്തലയുടെ ഒരു പുസ്തക പ്രകാശനത്തിനിടയിൽ T പത്മനാഭൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന 90 വയസ്സുകാരനായിട്ടുള്ള അദ്ദേഹവും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് രമേശ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസാരം നടത്തി. പിന്നെ ആരും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് PJ ജോസഫ് ഇങ്ങനെ. അപ്പൊ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പൊതു അംഗീകാരം രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ നേതാവിന് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഒരു പൊതുബോധം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടായെന്ന് പറയുമ്പോഴും സ്വയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ലെയിമന്റ് ആയിട്ട് VD സതീശൻ നിൽക്കുന്നു. കാരണം VD സതീശനായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ. സ്വാഭാവികമായും നല്ലൊരു ഭൂരിപക്ഷം കിട്ടി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ ഒരു കൊറോളറി എന്ന് പറയുന്നത് പോലെ ഇതായിരിക്കും. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ക്രെഡിറ്റുകളൊക്കെ സ്വയമേ ഏറ്റെടുക്കാൻ വലിയൊരു താല്പര്യം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകും എന്നൊക്കെ, അത്തരം ചില പ്രസ്താവനകളെ നമുക്ക് നിസ്സാരമായി കാണാനും കഴിയില്ല. അല്ല ഞാൻ പറഞ്ഞത് ശക്തമായ പ്രസ്താവന അല്ല ഞാൻ പറഞ്ഞത് അത് എന്ത് ആകട്ടെ, എന്തായാലും തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞാൽ ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കെന്നുള്ളതാണ്. അപ്പം അങ്ങനെ പിന്നെ ക്രെഡിറ്റ് ദൂരെ കൂടെ പോയാലും അത് വലിച്ചെടുക്കുന്ന പിന്നെ ഇയാള് സതീശൻ നിൽക്കുന്നു. പിന്നെ നേരത്തെ സോയിമൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ 225 വർഷത്തെ കോൺഗ്രസ് പാർട്ടിയിലെ 2ാം സ്ഥാനക്കാരനായി കെ സി വേണുഗോപാൽ നിൽക്കുന്നു. കെ സി വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്. ആ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം നിൽക്കുന്നു. ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളായിട്ട് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഈ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനും മുഖ്യമന്ത്രി സ്ഥാനം
മോഹിക്കാം. അദ്ദേഹം മോഹിച്ചാൽ അതിനെ രാഹുൽ ഗാന്ധി വഴങ്ങും എന്നുള്ളൊരു പൊതുധാരണയും പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിൻ്റെ അതിൻ്റെ അയാൾ എന്ത് തരത്തിലുള്ളൊരു മെറ്റീരിയലാണ്, അയാൾ മുഖ്യമന്ത്രി ആകാൻ കഴിയുന്ന ഒരു മെറ്റീരിയലാണോ, അതിനുള്ള യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ടോ, അതിനുള്ള അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. കാരണം എന്താണെന്നറിയോ സുഹൈമാൻ, ഈ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് അത് നമുക്കൊരു റിസ്ക് എടുക്കാൻ കഴിയുന്ന ഒരു പദമല്ല ഈ മുഖ്യമന്ത്രി പദം, പ്രത്യേകിച്ച് UDF. അതെ. ഇനി UDF-ന്റെ മുൻകാല അനുഭവം നമ്മൾ നോക്കൂ. UDF-ന്റെ മുൻകാല അനുഭവത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടിരുന്നിട്ടുള്ള ആരാണ്? ഒന്ന് കെ കരുണാകരൻ, ഏറ്റവും വലിയ തലമുതിർന്ന നേതാവ്. അതുപോലെ തന്നെ പിന്നീട് വന്ന ആരാണ്? AK ആന്റണി. മനസ്സിലായി. അതുപോലെ തന്നെ പിന്നീട് വന്ന ആരാണ്? ഉമ്മൻചാണ്ടി. അപ്പൊ അവരൊക്കെ തന്നെ നമ്മൾ കോൺഗ്രസ് പാർട്ടിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാത് കാലത്തുള്ള ഏറ്റവും തലമുതിർന്ന, ഏറ്റവും അനുഭവ സമ്പത്തുള്ള. ഇപ്പൊ നമ്മൾ കെ കരുണാകരന്റെ കാര്യം നോക്കൂ. കെ കരുണാകരൻ എത്ര നാൾ മന്ത്രിയായിട്ടിരുന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രിയായിട്ട് വന്നു? മനസ്സിലായി. AK ആന്റണിയാണ് പിന്നെ നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. പക്ഷേ AK ആന്റണിയുടെ ഇതിനകത്തുള്ള അംഗീകാരം വേറൊരു തരത്തിലേ. ഉമ്മൻചാണ്ടി ആണെങ്കിലും ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രിയൊക്കെ ആയതിനു ശേഷം, പ്രതിപക്ഷ നേതാവൊക്കെ ആയതിനു ശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. മനസ്സിലായി. അപ്പൊ അവരൊക്കെ തന്നെ മുഖ്യമന്ത്രിയാവാൻ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളവരായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരും സർക്കാരിൽ ഒരുപാട് സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് നേടിയ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മുഖ്യമന്ത്രിയായത്. അതിപ്പം ഈ 3 പേരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. ആന്റണിയുടെ കാര്യത്തിലാണ് അവരെ നേരത്തെ വരാം. എന്ന് മാത്രമല്ല, ഈ മുഖ്യമന്ത്രിമാർക്ക് വേണ്ട പല ക്വാളിറ്റീസ് ഉണ്ട്. അത് വളരെ നിർണായകമാണ്. കാരണം ഒരു ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവണമെന്നില്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, CPM ആണ്, പാർട്ടിയാണ് അവർക്ക് പ്രധാനം. പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഉപകരണമാണ് മുഖ്യമന്ത്രി. മനസ്സിലായി. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ CPM-ൽ അങ്ങനെയാണ് സാധാരണഗതി. അതിപ്പോ VS ഇരുന്നപ്പോ അങ്ങനെ ആയിരുന്നു, നായനാർ ഇരുന്നപ്പോ അങ്ങനെ ആയിരുന്നു. നായനാരായിരുന്നു അന്ന് പാർട്ടിയിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവ്. പക്ഷെ നായനാർ ഇരുന്ന് 9 വർഷക്കാലം 2 ടേമിൽ ഇരുന്നപ്പോഴും ഭരിച്ചത് പാർട്ടിയാണ്. VS അത്തരത്തിലൊരു അധികായനായിരുന്നെങ്കിൽ പോലും VS ഇരുന്നപ്പോ പോലും പാർട്ടിയാണ് പാർട്ടിക്ക് വിധേയനാവേണ്ടി വന്നെങ്കിൽ പോലും ഭരണം പാർട്ടിയാണ്. അത് പിന്നീട് പിണറായി വിജയൻ വന്നപ്പോ പാർട്ടിയും കൊണ്ട് പിണറായി വിജയൻ പോയി, പിന്നെ പാർട്ടിയും എല്ലാം ആയി മാറി. മനസ്സിലായോ? അപ്പൊ അത് ഒരു അബറേഷന്. എന്നാൽ കോൺഗ്രസ് അങ്ങനല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. സ്വാഭാവികമായും ആ സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ട ചില ക്വാളിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ നിർണായകമാണ്. ആ ക്വാളിറ്റികളുള്ള, ആ അനുഭവ സമ്പത്തുള്ള, ആ പക്വതയുള്ള ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ. ആ രമേശ് ചെന്നിത്തലയുടെ ചരിത്രം നമ്മളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ സ്വയം. 28 വയസ്സിൽ ആദ്യം മന്ത്രി. 28 വയസ്സിൽ മന്ത്രിയാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. 26-ാം വയസ്സിൽ MLA ആയി. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് 5 ദിവസം മന്ത്രിയായി സത്യപ്രതിജ്ഞ. അപ്പൊ അന്ന് എങ്ങനെയാ മന്ത്രിയായി സത്യപ്രതിജ്ഞ? അന്ന് ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന അധികായമായിട്ടുള്ള ഒരു നേതാവായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് അന്ന് മന്ത്രിയാവുന്നത്. മനസ്സിലായോ? ഹിന്ദി പറയുന്നു ഒരു പ്രസംഗത്തിൽ. അങ്ങനെ കൊണ്ടുവന്ന് ആക്കുകയാണ്. മനസ്സിലായി. അപ്പം രമേശ് ചെന്നിത്തല, സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഒരു തിരിച്ചറിവുകൾ കൂടുതലുണ്ട്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം തന്നെ രമേശ് ചെന്നിത്തല ആരെങ്കിലും പോയി കാല് പിടിച്ചോ അല്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും പെട്ടി തൂക്കിയോ അങ്ങനെയുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ അദ്ദേഹം MLA പിന്നീട് മന്ത്രിയാണ്. അല്ല, ഇന്നും ടാലന്റ് ഹണ്ടൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സതീശനൊക്കെ ഉത്തരവാദിത്തങ്ങൾ. അല്ല, ഞാൻ പറഞ്ഞത് ടാലന്റ് ഹണ്ടിന്റെ ഒരു കാലമായിരുന്നല്ലോ അന്നത്തെ കാലം എന്ന് പറയുന്നത്. അതിനുശേഷം എത്ര തവണ MLA, എത്രയോ തവണ MP, 10 തവണ KPCC പ്രസിഡന്റ്, 10 വർഷം KPCC പ്രസിഡന്റ്. അതാണ് സോയ്മൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് എനിക്ക് സോയ്മാനാണ് എന്നോട് പറഞ്ഞത്. 2005 മുഖ്യമന്ത്രിയാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്ന ഒരു കാലഘട്ടം. കരുണാകരൻ അപ്പുറത്ത് നിൽക്കുന്ന കാലഘട്ടം, കരുണാകരൻ പുറത്തേക്ക് പോയ കാലഘട്ടം. 1. 2, 2005 KPCC പ്രസിഡന്റ് ആകുമ്പോഴത്തേക്കും ഉമ്മൻചാണ്ടിയുമായി A ഗ്രൂപ്പുമായി വലിയ തർക്കത്തിൽ നിൽക്കുന്ന ഒരു വൻ
തർക്കത്തിൻ്റെ ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ KPC പ്രസിഡന്റ് ആവും. അതിനുശേഷം ഉള്ള ആ ഒരു പതിറ്റാണ്ട് കാലം എന്താ നമ്മൾ കണ്ടത്? ആ ഒരു പതിറ്റാണ്ട് കാലം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉന്നതികളിൽ നിന്ന് ഉന്നതികളിലേക്ക് പോയ ഒരു 10 വർഷം നമ്മൾ കാണുന്നു. എത്രയോ പേര് പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടിരുന്നു. കർണാരം പോലും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് വരുന്നത് മുരളീധരൻ മുരളീധരനെ തിരിച്ചെത്തിച്ചത് രമേശ് ചെന്നിത്തലയുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. മറുവശത്ത് കരുണാകരൻ എന്ന രാഷ്ട്രീയ അധികായൻ ഒരു കോൺഗ്രസിനെ നെടുക പിളർത്തി DIC രൂപീകരിച്ച് LDF മുന്നണിയിലേക്ക് പോകുമെന്നാണ് സമൂഹം കരുതിയത്. പക്ഷെ അന്ന് ഐ ഗ്രൂപ്പിനെ ശക്തമായി നിർത്തി. ഒരു ഗ്രൂപ്പിന്റെ വക്താവായി രമേശ് ചെന്നിത്തല മാറി ഐ ഗ്രൂപ്പിനെ ശക്തമായി നിർത്തി അവിടെ തടയണ കെട്ടി കോൺഗ്രസ് പ്രവർത്തകരെ അണികളെയും തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ആ ഐ ഗ്രൂപ്പ് പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് ശക്തിയും ഒടുവിൽ ദൗർബല്യവുമായി. അപ്പൊ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് കർണാരം പോയ പ്രതിസന്ധി, രണ്ട് ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും കൂടുതൽ തർക്കത്തിൽ നിൽക്കുന്നു. എന്നിട്ട് പോലും ആ 10 വർഷക്കാലം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചു. എനിക്ക് തോന്നുന്നത് രമേശിൽ നിന്നാണോ വേറെ ആരെന്നാണ് എനിക്കറിയില്ല, ഉമ്മൻചാണ്ടിക്ക് കല്ലെറിഞ്ഞ് ഉമ്മൻചാണ്ടി പരിക്കേൽപ്പിച്ചത്. അപ്പൊ ഉമ്മൻചാണ്ടി ആദ്യത്തെ ഫോട്ടോ വിളിക്കുന്നത് KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയോടാണ്. ഒരു വിധത്തിലുള്ള പ്രതിഷേധം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് ഒരു മനസ്സോടി പറഞ്ഞു. എന്ന് മാത്രമല്ല സോമൻ, ആ കാലഘട്ടത്തിൽ നേടിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അത് നിർണായകമാണ്. രമേശ് ചെന്നിത്തല പിന്നീട് ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോൾ ഞങ്ങൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ആ കാലഘട്ടത്തിൽ പുറത്തേക്ക് പ്രസരിച്ചില്ലല്ലോ എന്നാണ്. വളരെ പ്രധാനമാണ്. കാരണം എന്താണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണെന്ന് പറയുന്ന ആ സമയത്തും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് ഓർത്തോണം. എന്നിട്ടും അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. പക്ഷെ അതില് രമേശ് ചെന്നിത്തല 10 വർഷക്കാലം KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് എത്ര തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു സോയിമോൻ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2010 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷെ 2010 ചരിത്രത്തിൽ ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്നത്. ഇതിപ്പോ ചരിത്രത്തിൽ രണ്ടാമത്തെ തവണ. അന്ന് 2010 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു 65-70% പഞ്ചായത്തുകളിൽ UDF 2010 ജയിച്ചു. 2011 ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ഉമ്മൻചാണ്ടി അധികാരത്തിലും. പക്ഷെ അന്ന് മുതൽ രമേശിന്റെ മനസ്സിൽ ഒരു ആഭ്യന്തര മന്ത്രിസ്ഥാനം ഒളിച്ചു കിടന്നു. ആദ്യഘട്ടത്തിൽ അത് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഉമ്മൻചാണ്ടി. ഒടുവിൽ ആഭ്യന്തരമന്ത്രി ആക്കേണ്ടി വന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഉള്ളിൽ മുഖ്യമന്ത്രി പദ മോഹം ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നിരന്തരം ഉമ്മൻചാണ്ടിയെ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയമായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. അല്ലാതെ അതാണല്ലോ ഈ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള തർക്കങ്ങൾ. ഞാൻ പറഞ്ഞത് അത് സത്യമാണ്. അത് ഒരു കാരണവശാലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനുള്ള രാഷ്ട്രീയ യോഗ്യത ആ കാലത്ത് അയാൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടെ ആയിരിക്കാം. പിന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അങ്ങനെ 10 വർഷക്കാലം ഇരുന്നു. അതിൻ്റെ ഇടയിൽ ആഭ്യന്തരമന്ത്രിയായി 2.5 വർഷക്കാലം നേടിയിരുന്നു. ആഭ്യന്തരമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒരു ശരശയ്യാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ 2.5 വർഷക്കാലം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരുന്ന് ഒരു അഴിമതി ആരോപണം പോലും കേട്ടില്ല എന്ന് മാത്രമല്ല അന്നൊരു വലിയ പണിയും ചെയ്തായിരുന്നു. അതൊരു വലിയ ജോലിയായിരുന്നു. കേരളത്തിലെ ബ്ലേഡ് കക്ഷികള് കംപ്ലീറ്റ് എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിട്ടി മുതലാളി, പേരാരാണെന്ന് എനിക്കും അറിയാം, സോമിനോയെ. ആ ചിട്ടി മുതലാളിയുടെ സ്വാധീനത്തിന് പോലും, ആ ചിട്ടി മുതലാളി ആരാണെന്ന് സോമിന് മനസ്സിലായല്ലോ. ഇന്നത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ചിട്ടി കച്ചവടക്കാരനായിട്ടുള്ള മല, അയാളുടെ സ്വാധീനത്തിന് പോലും വഴങ്ങാതെയാണ് ആ പ്രവർത്തനം അന്ന് 2.5 വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ അവിടെ നമ്മൾ കണ്ട വേറൊരു കാര്യം എന്താണ് സോമൻ, 2 കാര്യങ്ങൾ എൻ്റെ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറയുന്നുള്ളൂ. ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ ആദ്യം FIR ഇട്ടത് രമേശ് ചെന്നിത്തലയാണ്. നമ്മൾ മറക്കരുത്, വളരെ പ്രധാനമാണ്. 2, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞ സുകുമാരൻ നായർ, ആ സുകുമാരൻ നായരോട് 9 വർഷക്കാലമാണ് രമേശ് ചെന്നിത്തല കലഹിച്ചത്. കാരണം താക്കോൽ സ്ഥാനത്ത് ഇരുത്തണമെന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തിയപ്പോഴത്തേക്കും രമേശ് ചെന്നിത്തല പരസ്യമായിട്ട് കൊണ്ട് പറഞ്ഞു ഞാനൊരു ജാതിയുടെയും പ്രതിനിധിയല്ല എന്ന് പറഞ്ഞു. മനസ്സിലായി. അപ്പം നമ്മൾ കാരണം വെച്ചാൽ ഇതുപോലെയുള്ള മതമേലധ്യക്ഷന്മാരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ കലഹിച്ച ഉദാഹരണവും അങ്ങേരുടെ മുമ്പിലുണ്ട്. പക്ഷെ 2016-2021 കാലഘട്ടത്തിൽ അന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു രമേശ് ചെന്നിത്തല. ആ കാലഘട്ടത്തിൽ പഴയ രീതിയിൽ ശക്തമായി ഐ ഗ്രൂപ്പിനെ തുടർന്ന് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയില്ല. അവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി പിന്നീട് 2021 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ചെന്നിത്തല നേരിട്ടത്. അന്ന് MLA-മാരുടെ തലയിടിയാൽ 2021 രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കാൻ കൂടുതൽ അംഗങ്ങളുടെ പിന്തുണയെങ്കിലും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് വളരെ ദുർബലമായി പോയി. സുമൻ, ആ ഒരു കുശാഗ്ര ബുദ്ധി
രമേശ് ചെന്നിത്തലയ്ക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ ആ സംഘടനാ രംഗത്തെ പ്രവർത്തനം നോക്കി നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എ ഗ്രൂപ്പിനെ ഒന്ന് നോക്കി. അത് ഉമ്മൻചാണ്ടി ചോര നീരും കൊടുത്ത് അവർ കൂടുതൽ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാർട്ടിയാണ് ഇൻ ഇറ്റ് സെൽഫ്. ആ എ ഗ്രൂപ്പ് പാർട്ടിയാണെന്ന് ഞാൻ പറയാൻ കാര്യം, ആ എ ഗ്രൂപ്പിന് എപ്പോഴും ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ KPC പ്രസിഡന്റ് സ്ഥാനമോ എ ഗ്രൂപ്പിന് എപ്പോഴും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയിലൂടെ. പക്ഷെ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോലും എ ഗ്രൂപ്പിൽ നിന്ന് മറുവശത്ത് KC വേണുഗോപാലാണെങ്കിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയി പോവുകയും ചെയ്തു. എന്നിട്ട് പോലും എ ഗ്രൂപ്പിൽ നിന്ന് കാര്യമായ ഒരു ചോർച്ച KC വേണുഗോപാൽ പക്ഷത്തേക്ക് ഉണ്ടായില്ല. എനിക്കൊന്ന് ടി സിദ്ദിഖോ പോയിട്ടുണ്ടാവും. ഇപ്പോൾ തിരുവനന്തപുരം രാധാകൃഷ്ണനാണെങ്കിൽ അങ്ങോട്ട് പോയെന്ന് പറയാൻ പറ്റില്ല, നിഷ്പക്ഷനായിരുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സംഘടനാ ശക്തി, ഒരു ക്ലോസ്ലി നീറ്റ് സാധനമാണ്. പക്ഷെ അവിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പാളിച്ച കൃത്യമായി പറ്റി എന്നുള്ളത് സോമനാൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. KC വേണുഗോപാലിൻ്റെ കാര്യം സതീശൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അതിനെ അയാൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തത്? അയാൾ മേക്കപ്പ് ചെയ്തത് 2016-21 കാലഘട്ടത്തിൽ പല്ലും നഖമുള്ളൊരു പ്രതിപക്ഷ നേതാവായി അയാൾ മാറി. നമ്മൾ രമേശിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ പ്രാധാന്യം രമേശിന് പോലും ബോധ്യമായിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രതിപക്ഷ നേതാവ് വിജയിക്കുന്നത് ഭരണം പിടിച്ചെടുക്കുന്നതിലൂടെ അല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ പിണറായി വിജയനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാവും സോമനെ? ആരും തടയാൻ ധൈര്യമില്ലാത്ത ഒരു ധൈര്യപ്പെടാത്ത അപ്രമാദിത്വമുള്ള, എന്ത് വിചാരിച്ചാലും അത് നടപ്പിലാക്കുന്ന അങ്ങയുടെ ഭാഷയിൽ ഏക ഛത്രാധിപതി. സത്യമാണല്ലോ. കാരണം 2021-26 കാലഘട്ടത്തിൽ നമ്മളതാണല്ലോ കാണും. ആ പിണറായി വിജയനെ ഒരു ഡസൻ തവണയെങ്കിലും മുട്ടുകുത്തിച്ചിട്ടുണ്ട് സോമനെ. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം ചെറുതാണ്. സ്പ്രിംഗ്ലർ മുതൽ എത്ര വിഷയങ്ങളിൽ, ഏറ്റവും ഒടുവിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലെ അതിപ്പോ ഞാൻ പറഞ്ഞ 16-21 കാലഘട്ടം അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിണറായി വിജയൻ ഇത്രയേറെ മുട്ടുകുത്തിച്ചിട്ടും അയാളുടെ നേതൃത്വത്തിൽ ഉള്ള പ്രതിപക്ഷത്തിന് അധികാരത്തിൽ കയറാൻ പറ്റിയില്ല. അത് അയാളുടെ കുഴപ്പം കൊണ്ടല്ല എന്നുള്ളത് ആർക്കറിയാൻ പാടില്ല. അത് കോവിഡ് കിറ്റും പെൻഷനും ഉണ്ടായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ല. എന്നിട്ട് 21-16 എന്ന് മാത്രമല്ല, അന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിളർത്തിവിട്ടു, വലിയ മുസ്ലിം ജനസാമാന്യ സമുദായം. അപ്പൊ ഇതിലൊന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു റോളും ഇല്ല. എന്നിട്ട് 21 MLA-മാരിൽ 16 MLA-മാരും രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിച്ചിട്ടും അദ്ദേഹത്തോടു പോലും പറയാതെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺസെറിമോണിയസ് ആയി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി. 2021 ആരും മനസ്സിലാക്കാത്ത മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ ചേർത്ത് വെച്ചിരുന്നു. രമേശിനെ അന്നൊരു മുസ്ലിം ലീഗ് ശത്രുവായിട്ടാണ് കരുതിയത്. ആ കാലഘട്ടത്തിൽ ചില കടുത്ത നടപടികൾ ലീഗ് നേതാക്കൾക്കെതിരെ, ലീഗ് മന്ത്രിമാർക്കെതിരെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കൈക്കൊണ്ടു. 2021 രമേശ് മുഖ്യമന്ത്രിയാകുമോ എന്ന ഭയം പലരിലും ഉണ്ടായി. അതും ആ കാലഘട്ടത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും 2021 രമേശിന് അർഹതപ്പെട്ട സ്ഥാനം കിട്ടാതെ പോയി. രമേശ് ഇപ്പോഴും പലപ്പോഴും വിഷമത്തോടുകൂടി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറ്റിയപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു പോലും എന്നുള്ളത്. അപ്പോൾ അത് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ നേതാവിനെ എത്രത്തോളം അയാളെ മാനസികമായി ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നറിയോ? 19 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തക സമിതിയിൽ അംഗമായിരുന്നു. 19 വർഷങ്ങൾക്ക് മുമ്പ് 2010 കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന് നൂലുകെട്ടി ഇറങ്ങിയ, കോൺഗ്രസിന്റെ പ്രസിഡന്റിനെതിരെ മത്സരിച്ച ശശി തരൂർ പോലും പ്രവർത്തക സമിതിയിൽ ഉള്ളപ്പോഴും ഇപ്പോഴും രമേശ് ചെന്നിത്തല ക്ഷണിതാവ് മാത്രമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു മെറ്റീരിയൽ, ഒരു പാർട്ടി നേതാവ് എന്നുള്ളതിൽ ഒരു മെറ്റീരിയൽ തെളിഞ്ഞത് എപ്പോഴാണ് സോമനെ? കഴിഞ്ഞ 5 വർഷക്കാലം ഒരു അധികാര സ്ഥാനവുമില്ലാതെ, ഒരുപക്ഷെ സമാന്തരമായി ഇന്ത്യയിലെ വേറൊരു പാർട്ടിയിൽ പോലും ഇത്രയധികം സ്ഥാനം വഹിച്ചിട്ടുള്ള ചെറുപ്പകാലത്തെ മന്ത്രി, 4 തവണ MLA, 4 തവണ ഇപ്പൊ MLA നമ്മൾ പറയുമ്പോൾ കാണേണ്ട ഒരു കാര്യം. അന്നേരം അദ്ദേഹത്തിന് ഒരു വാശിയുണ്ട്, ഡൽഹിയിലേക്ക് പോകാതെ കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാകുക എന്നൊരു വലിയ സ്വപ്നം അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞത് അതിൽ സൂക്ഷിക്കാനുള്ളത് സ്വാഭാവികമാണല്ലോ. അതിന് ഏറ്റവും യോഗ്യതയുള്ളതാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് ചോദിച്ചത്, ഇപ്പൊ 4 തവണ MLA ആയിരുന്നു. എവിടുന്ന് MLA ആയത്? ഹരിപ്പാട് നിന്നാണ് MLA ആയത്. ഹരിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിപ്പാടെന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് CPM കോൺസ്റ്റിറ്റ്യുവൻസികളിലൊന്നാണ് ഹരിപ്പാട്, ആലപ്പുഴ ജില്ലയിലെ. അവിടുന്ന് TK ദേവോന്ന് ചോദിച്ചാൽ അവിടുന്ന് CBC വാര്യർ എന്ന് പറഞ്ഞാൽ CPM-ന്റെ ആലപ്പുഴ ജില്ലയിലെ അധികായനായിട്ടുള്ള നേതാവ് നിരന്തരമായി കണ്ണുടച്ച് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. കായംകുളത്തിനും അമ്പലപ്പുഴയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള മണ്ഡലം. ആ മണ്ഡലം രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോൺഗ്രസ് മണ്ഡലമാക്കി അയാൾ മാറ്റിക്കളഞ്ഞു. അവിടെയാണ് സുധാകരൻ പറഞ്ഞ വിഷയം വരുന്നത്.
സുധാകരൻ പറഞ്ഞ എന്താണ്, നിങ്ങൾ ധർമ്മടത്തു നിന്നല്ലേ മത്സരിക്കും, നിങ്ങൾ അമ്പലപ്പുഴ ഒന്ന് മത്സരിക്കും എന്ന് പിണറായി വിജയനോട് പറഞ്ഞു. കാരണം ഇപ്പൊ ധർമ്മടം എന്ന് പറഞ്ഞാൽ അവിടെ 50,000 വോട്ട് ജയിക്കുന്ന സ്ഥലം. അപ്പൊ അതുപോലെ ആക്കി മാറ്റി. 4 തവണ അയാൾ MLA ആയി, 3 or 4 തവണ MP ആയി, 10 വർഷം KPC പ്രസിഡന്റായി, ആഭ്യന്തരമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, ചെറിയ വയസ്സിൽ മന്ത്രിയായിട്ട് പോലും അയാള് രമേശ് പ്രവർത്തക സമിതിയിൽ ഇരുന്നപ്പോൾ പാർട്ടിയിൽ ഇല്ലാതിരുന്ന ശശി തരൂര് പ്രവർത്തക സമിതി അംഗമായിട്ടും ഒരു അധികാര സ്ഥാനമില്ലാതെ 5 വർഷം ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ രമേശ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും സമാനതകളില്ലാത്ത സംഭവം. എന്താ കാരണം? എന്താ സോമന്? ഞാനിപ്പം ഈ അഭിമുഖത്തിൽ ഞാൻ വി ഡി സതീശനെ മോശമാക്കിയിട്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ വി ഡി സതീശൻ്റെ അനുഭവം നമ്മൾ എടുത്തു നോക്കും. 2016 UDF മന്ത്രിസഭ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരാളാരാണ്? അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുത്തില്ല. സുധീരനെ പോലെ തന്നെ പ്രതാപന് ഹരിത MLA-മാരെന്ന് പറഞ്ഞ ഓർമ്മയില്ല, അതിരൂക്ഷമായി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സംസാരിക്കും. ആ ഗവൺമെന്റ് പോകുന്നതിൽ സുധീരനോടൊപ്പം തന്നെ റോള് വഹിച്ചിട്ടുള്ള ആളുമാണ് വി ഡി സതീശൻ. എന്നിട്ടും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനവുമില്ലാതെ ഒരു MLA ആയി എന്നാലോചിച്ച് നോക്കണം. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, 10 വർഷം KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എല്ലാമായിരുന്ന മനുഷ്യൻ 5 വർഷം ഒരു ഇതുമില്ലാതെ പ്രവർത്തിച്ചു. ഇനി അവസാനമായിട്ട് നമ്മൾ കണ്ടൊരു കാര്യം എന്താണ്? ഒരു പാർട്ടി നേതാവിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാകുന്ന എപ്പോഴാണ് സ്വയം? ആ പാർട്ടി ഒരു പ്രതിസന്ധി നേരിടുന്നതാണ്. അതിലൊരു പ്രതിസന്ധി 2005 നേരിട്ട കാര്യം നമ്മൾ ഇപ്പം അടുത്ത് നേരിട്ട് കെ സുധാകരൻ്റെ പ്രതിസന്ധി ചില്ലറ പ്രതിസന്ധി ആയിരുന്നോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായിരുന്നു വന്നുകൊണ്ടിരുന്ന വാർത്ത? പാർട്ടി വളർത്താൻ പോകുന്നു, സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പോകുന്നു, സ്വാഭാവികമായ അയാളുടെ അധികാര ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ച വന്ന സമയത്തും എത്ര സമചിത്തതയോടുകൂടി ആ വിഷയം ഇയാൾ കൈകാര്യം ചെയ്തു നോക്കും. ഞാൻ അറിഞ്ഞിടത്തോളം 8 തവണയെങ്ങാണ്ട് കെ സുധാകരനെ പോയി കണ്ടു എന്നാണ് പറയുന്ന ആളുമായിട്ട് സംസാരിക്കാൻ. എപ്പോഴും അയാളെ പുകഴ്ത്തി മാത്രം സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കിട്ടാതിരുന്ന കാര്യത്തിലും അയാൾ കെ സുധാകരനോട് എങ്ങനെ ഡീൽ ചെയ്തോ അതേ രീതിയിൽ തന്നെ. മനസ്സിലായി? അപ്പം ഒരു സംശയവും വേണ്ട, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് ഇന്നത്തെ കോൺഗ്രസിൽ ഏറ്റവും വലിയൊരു ആസ്തിയാണ്, ഒരു ക്രൈസിസ് മാനേജറാണ്. അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുക. അയാളുടെ വായിൽ നിന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ സോയിമാനം? എന്നാലോചിച്ചു. ഇനി അയാളുടെ പത്രസമ്മേളനം, ഞാൻ വേറെ ആരുടെയും പത്രസമ്മേളനത്തെ ഞാൻ ഈഴ്ത്തി കാണിക്കുന്നില്ല. ദിവസം 2 പ്രാവശ്യം പത്രപ്രതിനിധികളെ കാണുന്ന ആളാണ്. ആ രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനത്തിലും കൈരളിയുടെയും ദേശാമാനിയുടെയും ഒക്കെ റിപ്പോർട്ടറുടെയും ഒക്കെ മാധ്യമപ്രവർത്തകർ വരുന്നതാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം, മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഉള്ളതിൽ വെച്ച് മുഖ്യമന്ത്രിയാകാനുള്ള മെറ്റീരിയൽ ഞാൻ വേറെ ആരുടെയും വീഴ്ചകൾ ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇന്ന് രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, സോയിമാൻ ഇപ്പം ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു UDF അധികാരത്തിൽ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന ഞാൻ നോക്കുമ്പം അടുത്ത മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ള ആൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പ്രായമായി. ഒരുപാട് തവണ മന്ത്രിയായി, ഒരുപാട് 7-8 തവണ MLA പ്രായം. ചിലപ്പോൾ അയാൾ സ്പീക്കറായിട്ട് പോകാനായിട്ടായിരിക്കും സാധ്യത. അയാൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് പരിചയസമ്പത്തുള്ളൊരു മന്ത്രി? പിന്നുള്ളത് K മുരളീധരനാണ്. 6 മാസമാണ് മന്ത്രിയായിട്ടിരുന്നിട്ട് രാജിവെച്ചിട്ട് പോയത്. പിന്നുള്ളത് N ശക്തനാണ്. നമ്മൾ കൂടുതൽ സോയുടെ ചിരിയിൽ നിന്ന് തന്നെ അത് ക്ലിയറാണ്. അപ്പം അനുഭവ സമ്പത്ത് ഒട്ടുമില്ലാത്ത ഒരു മന്ത്രിസഭയാണ് നാളെ വരാൻ പോകുന്നത്. നമ്മൾ 2006 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അനുഭവ സമ്പത്ത് 10 വർഷമായിട്ട് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുകയും കൂടിയാണ്. അപ്പം സ്വാഭാവികമായും അങ്ങനെ വരാൻ പോകുന്ന ഒരു മന്ത്രിസഭയിൽ ഇന്ന് കോൺഗ്രസിൽ നിന്നുള്ള ഏറ്റവും അനുഭവ സമ്പത്തുള്ള യോഗ്യനായിട്ടുള്ള ആളായിരിക്കും രമേശ് ചെന്നിത്തല. പക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ പൂമത്തെ ആയിരിക്കും എന്നൊന്നും വിചാരിക്കരുത്, ശരശയ്യായിരിക്കും. കാരണം അപ്പുറത്ത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള പിണറായി വിജയൻ ഒരധികാരമില്ലാതെ നമ്മൾ ഇതിനകത്ത് നീർക്കോലിയും അണലിയും മൂർഖനും രാജഗോപാലും എല്ലാം നിൽക്കുന്നത്. അതിനപ്പുറത്ത് പുറത്തൊരു രാജഗോപാല ഒരു പരിമിതിയില്ലാതെ കൊത്താനായിട്ട് നിൽക്കുകയാണെങ്കിൽ വരി ഉടച്ചു കളയും സർക്കാരിന്. അപ്പൊ അതുകൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയുള്ള ആളാണെന്ന് പറയുമ്പോഴും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാവും. അതിനെയൊക്കെ അദ്ദേഹം എങ്ങനെ നേരിടുമെന്നുള്ളത്
കാലം മാത്രമേ തെളിയിക്കുള്ളൂ. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ആരുടെയും യോഗ്യത കുറവ് ഒന്നും ഞാൻ ചർച്ച ചെയ്യുന്നതേയില്ല. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻ. നന്ദി, നമസ്കാരം.